നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഷപ്പിനെ നമ്മുടെ കേരളത്തിലുള്ള മലയാളികൾ മൊത്തം ക്രൂശിക്കുകയാണ്. ക്രൂശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വർത്തമാനങ്ങളോ നാറിയ കമൻറ്റുകളൊന്നും പറയാനില്ല. ബിഷപ്പ് അങ്ങനെയാണ്, ബിഷപ്പ് ഇങ്ങനെയാണ്, ബിഷപ്പ് പിന്നെ കിച്ചുവും രേണുവും തമ്മിലുള്ള കലാപത്തിന് പ്രേരിപ്പിക്കുകയാണെന്ന് പോലെ പറഞ്ഞ് പരത്തിയ ചില യൂട്യൂബേഴ്സും ഉണ്ട്, ചില മലയാളി കമൻറ്റോളികളും ഉണ്ട്. അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഈ മറ്റേ നമ്മുടെ ക്രിസ്തുവും പോട്ടെ കിച്ചുവിനെ വലിയ ആനയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. എനിക്കും കിച്ചുവിനോടൊക്കെ സപ്പോർട്ട് തന്നെയാണ്. ഞാനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പോൾ എന്നാൽ കേൾക്കുന്ന വർത്തമാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കിച്ചുവിനെ പറ്റി ഞെട്ടിക്കുന്ന ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയല്ല, വേറെ ഒരു യൂട്യൂബർക്ക് കിട്ടിയാണ്. അപ്പം ബിഷപ്പ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ചു. അതുപോലെ ബിഷപ്പ് കിച്ചുവിൻ്റെ കാര്യം പറയുമ്പോൾ ലാസ്റ്റ് ക്ഷോഭിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ തക്കതായ കാര്യം, എന്തോ ഒന്ന് ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ എനിക്ക് മനസ്സിലായിരുന്നു. അതല്ലാതൊന്നും ഒരു ബിഷപ്പോ ഒരച്ഛനോ ഒന്നും അങ്ങനെ പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. കാരണം ബിഷപ്പിനെ വളരെ പഴയ കാലത്തൊക്കെ രേണു വളരെ കല്ലെറിഞ്ഞൊരു മനുഷ്യത്തിയാണ്. ഇപ്പൊ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബിഷപ്പ്. അപ്പം എന്താണ് അതിൻ്റെ കാര്യം, സത്യാവസ്ഥ എന്ന് അറിയാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരുപാട് കമൻറ്റോളികൾ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടു. അതിൻ്റെ താഴെ കുറേ കമൻറ്റോളികളൊന്ന് കമൻറ്റ് ചെയ്യുന്നു, ബിഷപ്പ് അങ്ങനെയാണ്, ബിഷപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു പുരോഹിതനോ ഒരു ബിഷപ്പോ അങ്ങനെ പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഈ കിച്ചുവിനെ പറ്റി പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ്, അവൻ നല്ല മനുഷ്യനാന്നുള്ള രീതിയിൽ ബിഷപ്പ് കുറേ കാലം മുമ്പ് ഇവനെ പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ അവൻ്റെ അടുത്ത് അറിയാതെ പോയ തെറ്റുകളാണ്. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് അന്ന് ബിഷപ്പ് ഇവനെ സപ്പോർട്ട് ചെയ്താണ്. എന്നാൽ ഇപ്പോൾ രേണുവിൻ്റെ സപ്പോർട്ടർ നിൽക്കുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ കുരു പൊട്ടുന്നു, എന്തിനാണ് ബിഷപ്പ് ഈ കിച്ചുവിനെ ഇങ്ങനെ ചവിട്ടിത്താക്കുന്നതെന്ന്. അപ്പം നമ്മൾ സ്ഥിരം കാണാനുള്ള ഒരു യൂട്യൂബറുണ്ട്, സ്ഥിരമല്ല ഒരുപാട് യൂട്യൂബറെ കാണാനുണ്ട്. എന്നാൽ ഒരു യൂട്യൂബർ, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയത്തില്ല, ആളെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. പക്ഷേ ആ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവൻ്റെ കിച്ചുവിൻ്റെ കഴിഞ്ഞു പോയ ഭൂതകാലത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത് മക്കളെ. അപ്പോൾ അത് നിങ്ങളുടെ ഇടയിലൊന്ന് പങ്കുവെക്കാനായിട്ട് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്യാതിരിക്കുകയായിരുന്നു. ആരുടെ ഭാഗത്താണ് ശരി, രേണുവിൻ്റെ ഭാഗത്താണ് ശരി, കിച്ചുവിൻ്റെ ഭാഗത്താണ് ശരി. ഇവിടെ രണ്ടാളും അത്ര നല്ല ടീമുകളല്ല, നല്ല ക്ലിയറുള്ള ആളുകളല്ലാന്ന് നമുക്കറിയാം. പിന്നെ ഈ കിച്ചുവിനെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഒരുപാട് ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ചില അവസ്ഥകളൊക്കെ കേട്ടപ്പോൾ ഞാനും ഇവരെ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇവൻ്റെ വാർത്ത കേൾക്കുമ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഇതിൽ എന്തോ ഒരു വ്യക്തമായ ഒരു നിഗൂഢമായ ഒരു സംഗതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, എവിടേക്കോ ചീഞ്ഞു നാറുന്നുണ്ട്. അത് ബിഷപ്പിനും അറിയാം, രേണുസുതിക്കും അറിയാം. പക്ഷേ ഇവരാരെങ്കിലും ഇത് പറയാതെ അറിയത്തില്ല. കാരണം കിച്ചുവിൻ്റെ കള്ളത്തരം എന്താണെന്നുള്ളത് അറിയണമല്ലോ. അതായത് ഈ ബിഷപ്പ് രേണുസുതിനെ പറ്റി വളരെ വളരെ രീതിയിൽ വൈഡായിട്ട് സംസാരിച്ചു, അതായത് റോങ് ആയിട്ട് സംസാരിച്ച ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തരാം. കാരണം അന്ന് ബിഷപ്പിനോടൊക്കെ രേണുസുതി പെരുമാറിയത് അതുപോലെയായിരുന്നു. കാരണം അദ്ദേഹത്തെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്തൊരു വ്യക്തിയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, തുടർന്ന് ബാക്കി സംസാരിക്കാം. ഇങ്ങനെ കൊടുത്ത് രേണുസുതി എവിടെ കൊണ്ടെത്തിച്ചു. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോൾ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുജിയേട്ടാ ഞാൻ വന്നു. അപ്പൊ ഈ ചാനൽ ഇവരുടെ വീട്ടിൽ താമസമാണ്, ഇവരുടെ വീട്ടിൽ താമസമാണ്. ആങ്കർമാരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. മുറ്റത്തോട്ട് പോയാൽ വീഡിയോ ഇടും, പെരക്കകത്ത് കയറിയ വീഡിയോ. ഋതപ്പൻ മൂത്രം ഒഴിച്ചാൽ അത് വീഡിയോയാണ്. ഋതപ്പൻ കൈപൊക്കിയ വീഡിയോ, രേണുസുതി ഉമ്മ കൊടുത്ത വീഡിയോ. ഇങ്ങനെ കൊടുത്ത് രേണുസുതി എവിടെ കൊണ്ടെത്തിച്ചു. ഇന്ത്യയിലെ വലിയ ബിഗ് ഷോയിലേക്ക് കൊണ്ട് കയറ്റിവിട്ടു. സോഷ്യൽ മീഡിയയിലുള്ള ബഹുമാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്ന്. കുറ്റമായിട്ട് ഞാൻ പറയത്തില്ല. ഇവരെ താങ്കച്ചൻ സോഷ്യൽ മീഡിയക്കാരെ മുഴുവനും ചീത്ത വിളിച്ചു. ഒരിക്കലും തെറ്റാത്. സോഷ്യൽ മീഡിയക്കാരുടെ അഹോരാത്രം ഒപ്പിയെടുത്ത വീഡിയോകളാണ് ഇന്ന് രേണുസുതി ബിഗ് ബോസിൽ ചെന്നിരിക്കുന്നത്. അതുകൊണ്ട് യൂട്യൂബേഴ്സിനെ ചീത്ത വിളിക്കാൻ ഞാൻ എന്നെ പോലുള്ള ഒരു സമ്മതിക്കത്തില്ല. സുധിയിലൂടെയാണ് ഇവർ അറിയപ്പെട്ടത്. സുധിയുടെ മൂന്നാം ഭാര്യയായിട്ട് അറിയപ്പെട്ടു. അങ്ങനെ അറിയപ്പെടുന്ന ഈ സ്ത്രീയെ സുധിയുടെ മരണത്തോടുകൂടി മനുഷ്യരറിയാൻ തുടങ്ങി. അറിഞ്ഞു എങ്ങനെ, എൻ്റെ കുഞ്ഞിന് ടോയ് ഇല്ല, എൻ്റെ കുഞ്ഞിന് ബേബി ഫുഡില്ല, ഞങ്ങൾക്ക് റേഷൻ കടയിലെ അരിയേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന, ഞാനും എൻ്റെ മൊബൈൽ തുറക്കുമ്പോൾ ഇതേ ഉള്ളല്ലോ കാണാൻ. മൊബൈൽ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ കാണാൻ. ഇതെല്ലാം കണ്ട്
ഹൃദയത്തിൽ മനസ്സലിവുള്ള മലയാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പണം അയക്കാൻ തുടങ്ങി. ധാരാളം പണം ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി. ബേബി ഫുഡുകൾ അയക്കാൻ തുടങ്ങി. ടോയ്കൾ അയക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൽ നിന്ന് പണം വരാൻ തുടങ്ങി. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം വരാൻ തുടങ്ങി. നാട്ടിലെ കൂലിപ്പണി ചെയ്യുന്നവർ പണം അയക്കാൻ തുടങ്ങി. അങ്ങനെ ധാരാളം പണം ഇങ്ങനെ വന്ന് രേണുസുതി എന്ന് പറയുന്ന ആൾ ആദ്യം എവിടെ ചെന്നെത്തുന്നു? സംഘമിത്ര നാടകവേദിയിലെത്തുന്നു. ആരായി മാറുന്നു? സുധിയുടെ മരണത്തോടുകൂടി രേണുസുതി ഒരു നാടക നടിയായി മാറുന്നു. അതിനു മുമ്പ് നാടക നടിയല്ലായിരുന്നു. പിന്നെ ബാക്കി അങ്ങോട്ടുള്ള കാര്യം ഈ മലയാളി സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധിയുടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു. സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? ഏത് കൽപ്പന ചേച്ചിയാണെന്ന് എന്നോട് ചോദിക്കല്. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു പോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച സുധിയേട്ടാ കൽപ്പന കണ്ടല്ലോ, ആ വീഡിയോ കണ്ടല്ലോ. അപ്പം ഇപ്പോൾ ഈ യൂട്യൂബർ പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കിച്ചുവിന് വളരെ എന്താ പറയുക, കിച്ചു പെട്ടത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ തന്നെ പറഞ്ഞു, ഇനി കിച്ചു എന്തെങ്കിലും ഈ ഇവിടെ വന്നിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വീട്ടിലും പറമ്പിലും വന്ന് എന്തെങ്കിലും അഭിപ്രായം കാണിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അവൻ അവിടെ വന്നിട്ട് എന്തെങ്കിലും പോക്കീർത്തരം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും ഇളകും. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇപ്പോൾ കറക്റ്റായി വരുന്നുണ്ട്. ശരിയാണ്. ഇത് ഈ ബിഷപ്പ് പറഞ്ഞ് കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ യൂട്യൂബർക്ക് അറിയാവുന്ന വിവരങ്ങൾ ബിഷപ്പിനും അറിയാം, അതല്ലെങ്കിൽ രേണുസുതിക്കും അറിയാം. പക്ഷേ ഇതൊന്നും ഇവർ പുറത്ത് പറയുന്നില്ല. രേണുസുതി പറയുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രേണുസുതിക്ക് കിച്ചുവിനോടുള്ള സ്നേഹം, അപ്പോൾ കിച്ചു രേണുസുതിനെ കണ്ട അന്ന് മുതൽ കല്യാണം കഴിച്ച് സുതി കൊണ്ടിരുന്ന അന്ന് മുതൽ ഒരു അമ്മയോടുള്ള സ്നേഹമാണ്, വളർത്തമ്മയോടുള്ള സ്നേഹമാണ്, അല്ലെങ്കിൽ സ്വന്തം അമ്മയോടുള്ള സ്നേഹമാണ്. എനിക്കിതുവരെ സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്. അതും ഇതും കൂടി ഒരുമിച്ചാണ് ഞാൻ ഇപ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇങ്ങനെ എത്ര നോക്കണം, എനിക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അതാ അന്നോട്ട് അമ്മനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായതും ഈ അമ്മ മതി എന്ന് ഞാൻ പറഞ്ഞത്. വേറെ അങ്ങനെ മാറിയിട്ടും ഇല്ല ഒരു സ്നേഹം. അമ്മയുടെ ഭാഗത്തുനിന്നാണേലും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഹീല് രേണു നോക്കിയല്ലേ എന്നെ നോക്കിയത്? എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ അവരെല്ലാരും തന്നെയാണ്. കേട്ടല്ലേ? കിച്ചു, നീ ഇപ്പോഴല്ലേ ഒരു വർഷമായി തന്നെ നീ ഇപ്പം സ്വന്തക്കാരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു ആവകാശം ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃപ്പൂർക്കാട് പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കിയ ആവകാശത്തെ പറ്റി അറിയാനുള്ളവരോട് ഞാൻ പറയും. എന്നെ കുറ്റപ്പെടുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയാൻ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചിനെ പറ്റി രാമദാസിനെ പറ്റി തിരക്കി നോക്കും. അപ്പോൾ എനിക്കതും പറയാമല്ലോ. രാവിലെ ഇവിടെ രേണു പറയുന്നുണ്ട് വാഗത്താനം, പൊങ്ങന്താനം, തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് തിരക്കി നോക്കി നിങ്ങൾക്ക് അറിയാവുന്നത്. അവിടേക്ക് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ യൂട്യൂബർ പറഞ്ഞ വീഡിയോയും കണ്ടു. ഇപ്പോൾ ആ യൂട്യൂബർ തന്നെ, ആ യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ എനിക്ക് ഈ വീഡിയോ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ അറിയാതെ പിന്നെ നമ്മളാരെയും പിന്നെ ക്രൂശിക്കാൻ പാടില്ല, ബിഷപ്പിനെ ആയാലും. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് നമ്മുടെ മലയാളികൾക്ക് ആർക്കും പിന്നെ മനസ്സിലായില്ല. അതിനു മുമ്പേ അദ്ദേഹത്തെ കല്ലെടുത്തെറിയുന്നു. അത് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കുറച്ചു കാലം അയാളോട് ഈ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം പിന്നെ അദ്ദേഹം ഇങ്ങനെ പറയുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുന്ന ആരും അത്ര നല്ലവരല്ല, എല്ലാവരുടെ ഭാഗത്തും അവരുടേതായ തെറ്റുകളുണ്ടെന്നുള്ളത്. പക്ഷേ അപ്പോഴും അദ്ദേഹം ഇത് വിട്ടുപറയുന്നില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കിച്ചുവിനെ നാറ്റിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് മര്യാദയ്ക്ക് അവരോട് ജോലി ചെയ്ത്, എന്തിനും അവർ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, പഠിച്ചെന്തെങ്കിലും ജോലി ചെയ്ത് എന്തെങ്കിലും ജോലി നോക്കാൻ പറഞ്ഞു. ആ വീട്ടിൽ വേണേൽ താമസിക്കാം, പക്ഷേ അവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ഒച്ചയും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ നാട്ടുകാരെ അളകും, പോലീസുമായിട്ട് പ്രശ്നമാകും, പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടി വരും. എന്തൊക്കെയായിരുന്നില്ല കിച്ചു. ചില യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ തമ്പനിയിൽ ഞാൻ കണ്ടപ്പോൾ കിച്ചു അച്ഛനെതിരെ കേസ്, രേണുസുതിക്കെതിരെ കിച്ചു കേസ് കൊടുക്കുന്നു, കിച്ചുവിനെതിരെ രേണു കേസ് കൊടുക്കുന്നു, എന്തൊക്കെയായിരുന്നു. പക്ഷേ ഈ വീഡിയോ കാണുമ്പോഴൊന്നും കേസിൻ്റെ ഒരു കേസ് കൊടുക്കുന്നതായിട്ട് ഒരു വീഡിയോയും കാണുന്നില്ല, തമ്പനിയിൽ കാണുന്ന പോലെയല്ല. അപ്പോൾ അച്ഛൻ ഇന്നലെ അതൊരു കമ്മ്യൂണിസം വിമർശിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. വീഡിയോ കിട്ടുവാണെങ്കിൽ അത് കാണിക്കായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കഥയുടെ കാര്യം അറിയാതെ ആട്ടം കാണാൻ നിൽക്കാതെ. അപ്പോൾ ഒരു അച്ഛനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് അച്ഛൻ ഇതുവരെ രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോഴും രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അന്ന് രേണുസുതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്ന അച്ഛൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? ഈ രേണു അത്ര ക്ലിയർ ആളല്ല, കിച്ചു അത്ര ക്ലിയർ ആളല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് വളരെ ശരി തന്നെയാണ്.
ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനിയും വൈകാതെ ആ രഹസ്യം എന്താണെന്നുള്ളത് മനസ്സിലാവണം. എവിടെ കടന്ന് ചീഞ്ഞ് നാറുന്നുണ്ട് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു ജൂഹി ജാൻ വരുന്നു. ഈ ജൂഹി ജാനാണ് ആരാണെന്ന് എനിക്കറിയത്തില്ല. അവർ വന്നിട്ട് ഭാവി പ്രവചനങ്ങളൊക്കെ നടത്തുന്നു. കിച്ചുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അത് ദോഷമാണ്. കൊല്ലം സുധീർ ആത്മാവ് രേണു സുധീനെ പിന്തുടരുന്നുണ്ടെന്നും അച്ഛൻ്റെ പുറകെ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇപ്പം അച്ഛൻ ഇതൊക്കെ ഒരു പുല്ല കേട്ടോ. ഏത് വലിയ ആത്മാവിനെയും പ്രേതത്തെയും പിടിച്ചു കയറ്റുന്ന ഈ ആളുകളാണ് അച്ഛന്മാരും പിന്നെ ബിഷപ്പായാലും ആരായാലും. മനസ്സിലായില്ല? അപ്പോൾ അത് കണ്ട് ആ വരട്ട് വേണ്ട, അതവിടെ വിട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം എന്താണുള്ളത്. ഇത് ക്ലിയർ ആകാൻ പോകുന്നുള്ളൂ. കിച്ചുവിനെ പറ്റിയിട്ടുള്ള പൂർണ്ണ രഹസ്യങ്ങൾ ഈ അടുത്ത് തന്നെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ബാക്കി നമുക്ക് അപ്പം സംസാരിക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ചെയ്യാതെ ഇരുന്നതിൻ്റെ കാര്യം ഇതിൻ്റെയൊക്കെ പൂർണ്ണമായ രൂപം അറിയണം. അപ്പം ഏകദേശമൊക്കെ ഇപ്പോൾ കലങ്ങി തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയാൽ മതി ജനങ്ങൾ. മനസ്സിലായല്ലോ? ചില മീഡിയ ചാനലുകാർ വന്നിട്ട് ബിഷപ്പിനെ തെറി പറയുന്നു, ബിഷപ്പിനെ കുറ്റപ്പെടുത്തുന്നു. അപ്പം ഇതൊക്കെയാണ് സംഗതി. അപ്പം ഞാൻ പറഞ്ഞില്ല ഇവന് അത്ര നല്ല പിള്ളയല്ല എന്നുള്ളത് മനസ്സിലായി. ഇത് വേറെ ഒരു യൂട്യൂബേഴ്സും പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇപ്പം കാര്യങ്ങൾ ഏകദേശമൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി മേലാൽ ഇവന് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ. ഇവൻ രേണുസുധീനെ പറയാനോ അല്ല രേണുസുധി ഇവനെ പറയാനോ ഇവരുടെ കുടുംബ പ്രശ്നം തീർക്കാനോ ഉള്ളതല്ല ഈ സോഷ്യൽ മീഡിയ. ഇവരെ ഈ രേണുസുധി എന്ന് ബിഗ് ബോസിൽ വന്നു അവിടെ പുറത്തു ചാടി അന്ന് മുതൽ തുടങ്ങിയാണ് ഈ രേണുസുധി പ്രശ്നം. രേണുസുധീനെ പറ്റിയാണ് ഇത് യൂട്യൂബേഴ്സിന് അധികം ഇതെന്താ കമൻറ്റുകളും ഇപ്പം കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് അങ്ങനെയാണ്. രേണുസുധിയുടെ വീഡിയോ ആണ് ഏത് യൂട്യൂബേഴ്സിൻ്റെ ബുക്ക് ഇതിൽ നോക്കിയിട്ട് അധികവും മറ്റുള്ള വീഡിയോ ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ കാര്യങ്ങളൊന്നും ഒന്നുകൂടി കലങ്ങി തെളിഞ്ഞ് വരട്ടെ. എന്തായാലും സംഗതി ഒരു നാൾ കള്ളൻ പരനാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ അല്ല പരനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടി 23-24 വയസ്സൊക്കെ ആയില്ല അവന്. അപ്പം അതിൻ്റെതായ ചില കളികളൊക്കെ കളിച്ചിട്ടുണ്ടാവും. നമുക്ക് ആരും അത്ര പരിശുദ്ധനാണ്. കാരണം ഇവൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ എനിക്ക് 46 വയസ്സുണ്ട്. അപ്പോൾ ഇവൻ്റെ പ്രായം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിക്കോളും. അതല്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സിനെ ഈ യൂട്യൂബറിനെ പിന്നെ പറഞ്ഞോളും. അതിലും നല്ലത് അച്ഛൻ ഈ ബിഷപ്പോ അല്ല രേണുസുധി അത് വേണ്ട രീതിയിൽ പറയുകയാണ് നല്ലത്. കാരണം നമുക്ക് സത്യങ്ങൾ അറിയണം. എപ്പോഴും ഈ ബിഷപ്പിനെ തെറി പറയാനും കുറ്റം പറയാനും നടക്കുന്ന കാര്യമില്ല. കാരണം അദ്ദേഹത്തെ ഇന്ന് തന്നെ കണ്ടവാനം തേജോവധം ചെയ്തിട്ടുണ്ട് 2-3 ദിവസമായിട്ട്. യൂട്യൂബേഴ്സ് കാര്യങ്ങൾ പറയുന്നു. യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് കിട്ടുന്ന വിവരം അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അവർ രേണുസുധീൻ്റെ ഭാഗം മാത്രമേ ബിഷപ്പ് കേട്ടിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നാലേ ഇങ്ങനൊരു സംഭവം അതിൻ്റെ ഇടയിൽ നടക്കുന്ന വിവരം ആർക്കും അറിയത്തില്ല. എന്തായാലും കരങ്ങി തെളിയട്ടെ കാര്യങ്ങളൊക്കെ. തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി വീഡിയോ ചെയ്യാം. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടിയാൽ ചെയ്യാം. ഇപ്പോൾ ഈ രേണുസുധിയുടെ കണ്ടന്റ് കേൾക്കാനാണ് ആൾക്കാർ കൂടുതൽ നിൽക്കുന്നത്. ഇപ്പോൾ വേറൊരു നമ്മുടെ എന്തൊരു വീഡിയോ ചെയ്താലും അതിനൊന്നും വ്യൂസ് ഇല്ല. അതുപോലെ തന്നെ ഇവർ രണ്ടാളും കുറേയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുക. അത് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്ന് ചെകയരുത്. മനസ്സിലായല്ലോ? ഓക്കെ, ശരിയെന്നാ. അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു കുട്ടിയുടെ ഒരു ഇമേജ് കൊടുക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ആ നാട്ടിൽ വിളിച്ചു നോക്കിയ സമയത്ത് പല കാര്യങ്ങളും എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. നിങ്ങൾക്കറിയാം, മുമ്പ് ഞാൻ ഈ പറയുന്ന രേണു വാടക കൊടുക്കാത്ത വീട്ടിലെ ബേബിച്ചായന്റെ ഒരു വോയിസ് ഒക്കെ ഞാൻ അന്ന് പുറത്തു വിട്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രേണു വാടക പോലും കൊടുക്കാതെ ഇറങ്ങി തിരിച്ചതാണ് ആ വീട്ടിൽ നിന്ന്. എന്നിട്ട് വാടക പോയി ചോദിച്ച സമയത്ത് അദ്ദേഹത്തെ തെറി വിളിച്ച് പറഞ്ഞു വിട്ട ഒരാളാണ് ഈ രേണു. അന്ന് ഞാൻ എടുത്ത് നല്ലപോലെ ഉടുത്തതാണ് ഈ രേണുവിനെയൊക്കെ. ഇപ്പോഴും രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. രേണു ചെയ്തത് മഹാപോക്കൃത്തരം, തെമ്മാടിത്തരം ഒക്കെയാണ്. പക്ഷെ ഇവിടെ കിച്ചു എന്ന് പറയുന്ന വ്യക്തി അവൻ നല്ലവനാണ്. അവൻ എന്താ പറയുക, ഈ ഒരു തെറ്റും ചെയ്യാത്തവനാണ്. അവനെ എന്താണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്? അതിന്റെ കൂടെ തന്നെ ഇപ്പം ബിഷപ്പിനെയോട് എടുത്ത് ഏറിൽ ഇങ്ങനെ കയറ്റുകയാണ്. കാരണം പലപ്പോഴായിട്ട് ഈ പറയുന്ന മനുഷ്യൻ എന്താണ് ഇങ്ങനെ പ്ലേറ്റ് മാറ്റി പറയുന്നത് എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പൊ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എന്താ പറയുക ഒരു അന്വേഷണം നടത്തിയ സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചത് മക്കളെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയം എന്തെന്നുള്ളത് ഒന്നെങ്കിൽ ബിഷപ്പ് വന്ന് പറയണം. ബിഷപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പറയണം. അല്ല എങ്കിൽ ബിഷപ്പിന് ചിലപ്പോൾ ഒരു പരിധി എന്താ പറയുക എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പം വന്നത് പറയണമെന്നില്ല. പക്ഷേ രേണുവേലും വന്ന് കാര്യങ്ങൾ പറയണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിഷപ്പ് വന്ന ആ ഒരു കാര്യം പറഞ്ഞതോടുകൂടി തന്നെ ബിഷപ്പ് ഒരു കൊളരുതാത്തവനായി മാറി. ബിഷപ്പിനെ എല്ലാവരോട് കുറ്റപ്പെടുത്താനായിട്ട് അങ്ങോട്ട് വരുന്നു. അപ്പം എന്താണ് അദ്ദേഹത്തിന് ഇപ്പൊ സഭയുണ്ടോ?
അദ്ദേഹം ഇപ്പൊ എന്താ പറയുക കള്ളനച്ഛനാണ്, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ പിന്നെ എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞു വിടുന്നത്. പിന്നെ ഈ പറയുന്ന കിച്ചുവിന്റെ കയ്യിൽ നിന്ന് വീടും സ്ഥലവും പിടിച്ചു മേടിച്ചിട്ട് ഈ രേണുവിന് കൊടുക്കാനാണ്. രേണുവുമായിട്ട് എന്തൊക്കെയോ രഹസ്യ ബന്ധമുണ്ട്. രേണുവിന്റെ എന്തോ ഫോൺ കോള് ബിഷപ്പിന്റെ എന്തോ ഫോൺ കോള് രേണുവിന്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന് തുടങ്ങി പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോ ആർക്കോ വേണ്ടി സ്വന്തം സ്വന്തം ഇമേജ് നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് ബിഷപ്പിന്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. പക്ഷെ ബിഷപ്പ് അതിനകത്ത് ആ ഇന്റർവ്യൂ പറയാൻ ശ്രമിച്ച പല കാര്യങ്ങളും അദ്ദേഹം പൊത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല, അദ്ദേഹം അവിടെ ഇവിടെ തൊടാതെയാണ് കാര്യം പറഞ്ഞതും. അത് അദ്ദേഹത്തിന് തന്നെ. പിന്നെ ഞാനേ നേരത്തെ പറഞ്ഞല്ലോ ഒരു റൂഹിച്ചാന്റെ ഒരു കാര്യം. ഈ റൂഹിച്ചാൻ ആരാന്നുള്ളത് മനസ്സിലായിട്ടില്ല. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ അവര് ഈ ഭയങ്കര സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരിച്ചുപോയ ആത്മാക്കളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പം അവരുടെ നോട്ടവും അവരുടെ വർത്തമാനമൊക്കെ കാണുമ്പോൾ ചില യൂട്യൂബർമാർക്കൊക്കെ പേടിയാണ് ഇവർ പറയുന്നത് സത്യമാണോ എന്താണോ എന്നുള്ളത് അറിയാൻ. ഈ ജൂഹിച്ചാൻ ഈ റൂഹിച്ചാൻ ഇവരുടെ പേര് തന്നെ പറയാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഈ റൂഹിച്ചാൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇനി നമ്മുടെ സിനിമാ നടൻ ജാക്കിച്ചാൻ്റെ മകളോ അങ്ങനെങ്കിൽ ആരോ ആണോ എനിക്കറിയത്തില്ല. കാരണം ജാക്കിച്ചാൻ്റെ പേരും ചാനാണില്ല, ഇവരുടെ പേര് ചാനാണ്. അപ്പോൾ റൂഹിച്ചാൻ ജാക്കിച്ചാൻ ജാക്കിച്ചാൻ്റെ മകളാണോ പെങ്ങളാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഈ ജൂഹിച്ചാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് റൂഹിച്ചാൻ വന്നിരിക്കുന്നത് ജൂഹി ഈ ജൂഹിനെ വായി വരുള്ളൂ. റൂഹിച്ചാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സുധീർ ആത്മാവ് അച്ഛൻ്റെ പുറകെ കൂടും, രേണുവിൻ്റെ പുറകെ കൂടും. രേണുവിൻ്റെ പുറകെ ചിലപ്പോൾ കൂടും, പക്ഷേ ബിഷപ്പിൻ്റെ പുറകെ കൂടിക്കഴിഞ്ഞാൽ ബിഷപ്പ് അത് നിർത്താനുള്ള പരിപാടിയൊക്കെ ബിഷപ്പിനുണ്ട്. വെറുതെ ഇനിയിപ്പോൾ സുധീർ ആത്മാവിനെ പറ്റിയിട്ട് നിങ്ങളൊന്നും പറയണ്ട. അയാൾ പാവം മരിച്ചു പോയി, അയാൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ആത്മാവിൻ്റെ കാര്യം പറഞ്ഞ് അയാളുടെ പേര് വലിച്ചഴക്കണ്ട. ശരിയെന്നാൽ നിർത്തട്ടെ. ഓക്കെ, ബൈ.